ഹലോ ഫ്രണ്ട്സ്, വൈകുന്നേരമായപ്പോൾ ഞമ്മക്കൊരു പൂതി ബീച്ചിൽ പോയാലാന്നു. ഇലൂട്ടനെ ചോദിച്ചപ്പോഴോ ഇലൂട്ടൻ ഡബിളൊക്കെ, കാരണം ഓൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് എന്നും ഈ ബീച്ച്. പിന്നെ വെളിച്ചത്ത് വന്ന പൂതി ഇരുട്ടത്ത് നടക്കുള്ളൂ, കാരണം നമ്മൾ ടീംസിനെ മൊത്തം മാറ്റി ഒരുക്കി വരുമ്പോഴത്തെ എങ്ങനെ പോയാലും ഇരുട്ടാവും. നമ്മൾ കോഴിക്കോട് ബീച്ചിക്ക് പിന്നെ ഇരുട്ടത്തും വെളിച്ചത്തും നല്ല മൊഞ്ചുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ പോയതാണെങ്കിൽ ഒരു ഞായറാഴ്ച. പിന്നെ പാർക്കിങ്ങിൻ്റെ കാര്യം പറയണ്ടല്ലോ, എവിടേക്കോ വണ്ടി നിർത്തി നേരെ ഇറങ്ങിയതോ ഇതാ ഇതിൻ്റെയൊക്കെ മുന്നിലും. പിന്നെ മക്കൾ നമ്മളെ വെറുതെ വിടുമോ? നമ്മൾ ഈസിയിലൂട്ടനും ഈലൂട്ടനും പറഞ്ഞ് പപ്പ അതിൻ്റെ ഉള്ളിൽ കയറണം, അതിൻ്റെ ഉള്ളിൽ കയറണം. രണ്ടാക്കും പിന്നെ നല്ല പൊരുത്താണ്ട് ഒരുത്തൻ ചൂണ്ടി അങ്ങോട്ടും ഒരുത്തൻ ചൂണ്ടി അങ്ങോട്ടും. ഏതെങ്കിലുമൊക്കെ ചൂണ്ടിയെടുത്ത് നടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളും അങ്ങോട്ട് നിന്നിട്ടോ. നമ്മളിലൂട്ടൻ കയറിപ്പോൾ വിചാരിച്ച് അക്കണ്ണ നിറയെ കയറിക്കാണ്ട് ഓൻ ഇങ്ങോട്ട് കയറിയിരിക്കുന്നു. ഓനക്ക് ഇത്രക്കും പേടിയുള്ള വിവരം നമ്മളപ്പോഴല്ലേ മനസ്സിലാക്കിയത്. ഓൻ കയറാൻ നല്ല പേടിച്ച് ഞാൻ ഇറങ്ങട്ടെ എന്ന് കുറേ വട്ടം ചോദിച്ചിട്ടാ. പക്ഷെ നമ്മൾ സമ്മതിച്ചില്ല. നമ്മളവിടെ നല്ല ധൈര്യമായിട്ട് കൊടുത്തപ്പോൾ ഓനതാ കയറി ആദ്യമൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ഓന അക്കാര്യത്തിൽ ഓനെ വെല്ലാം വേറെ ആരുമില്ല ഇനി അവിടെ കേട്ടോ. ഇക്കാക്കൻ്റെ അനിയൻ്റെ ജാതകം തമ്മിൽ ഒക്കൂലെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഓല് തമ്മിലുള്ള ഒത്തൊരുമ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അമ്മക്ക് തന്നെ അങ്ങോട്ട് പൂതിയായി പോട്ടോ ഇങ്ങനെ കൈപ്പോവാൻ. പിന്നെ നമ്മൾ ഇഷുമോളും ഇസാനും ആണെങ്കിലോ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഓൽക്കൊന്നും മനസ്സിലായില്ല ഇവിടെ എന്താ നടക്കണമെന്ന്. ഇഷൂട്ടി ആണെങ്കിൽ എന്തി പാടും കുറേ നോക്കണുണ്ടേനു. പക്ഷേ ഓൽക്കൊന്നും ഇതി കയറാൻ കഴിയാത്ത സങ്കടം ഓലെ മൂത്ത് നല്ലോണം കാണാൻ പറ്റുന്നുണ്ടേനു കേട്ടോ. ഇസാനുവിനോട് ചോദിച്ചപ്പോൾ ഇസാനോ ആകെ മൂടൗട്ട്, ഇഷുവിനോട് ചോദിച്ചപ്പോഴോ ഇഷു ആകെ മൂടൗട്ട്. എന്ത് ചെയ്യാനാ? ഇത് നമ്മളെ മഞ്ഞമ്മക്കാണെങ്കിലോ ആ ചങ്ങായി അങ്ങനെ ആക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനും ഇങ്ങനെ ആക്കിയാൽ എന്താ പ്രശ്നം? അതിൻ്റെ ഇടയിൽ നമ്മളെ കാക്ക അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടോ. എനിക്ക് വയ്യ അവിടെ കടന്ന് തുള്ളിച്ചാടാനൊന്നും പറഞ്ഞാണ്ട്. കുറേ നിന്ന് ബോറടിച്ചുകൊണ്ട് താൻഷാക്കാണെങ്കിൽ ഒരു ഐശ്വര്യം വാങ്ങിക്കുറിച്ച്. ഇങ്ങോട്ടും നമ്മളെ ആശാൻ്റെ കളി അവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കൂട്ടിന് വേറെ ഏതോ ഒരുത്തം വന്ന് നിൽക്കണ് ഓൻ്റെ കൂടായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ മഞ്ഞമ്മ പറഞ്ഞു അമ്മഞ്ഞമ്മക്ക് ഇതിൻ്റെ ഉള്ളിക്കാണ്ട് കയറണമെന്ന്. ഇത്തരം അഡ്വഞ്ചറൊക്കെ ചെയ്യാൻ നമ്മളെ മഞ്ഞമ്മക്കാണെങ്കിലോ ഭയങ്കര ഇഷ്ടമാണ്. ഓലാദ്യം കയറിയിട്ട് ഓല എക്സ്പ്രഷൻ നോക്കിയിട്ട് അമ്മക്ക് കയറാമെന്ന് വിചാരിച്ച്. ഓല എക്സ്പ്രഷൻ കണ്ടിട്ടോ എക്സ്പ്രഷൻ പോയിട്ട് എക്സ്പ്രഷൻ്റെ എക്സ് പോലും വന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓല മൊത്തമൊരു ഭാഗമില്ല, ഇനി വെറും പുഞ്ചിരി മാത്രം. ഈ പുഞ്ചിരിയൊക്കെ കണ്ട് ഞങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ അടുത്ത ട്രിപ്പ് ഞങ്ങളുണ്ട് കയറാമെന്ന്. ഇതൊക്കെ നോക്കിക്കണ നമ്മളെ ഈസൂട്ടനാണെങ്കിലോ ഭയങ്കര സിരിയും. കാരണം എന്താ വെച്ചാൽ ഓൽക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കണം. ആ ആടിന് ആട്ടം കണ്ടപ്പോൾ ഓല് കുറേ നേരം നോക്കി നിന്നിട്ടാ. ഓനോട് ഞാൻ ചോദിച്ചു ഈസൂട്ടാ ഞാനത് കയറട്ടെ അതിൻ്റെ ഉള്ളിൽ. ഓനാണെങ്കിലോ ചിരിച്ചു കണ്ടത് സമ്മതിച്ചും ചെയ്ത്. എന്നാൽ പിന്നെ കയറി കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് നമ്മളും ഇങ്ങോട്ട് വിചാരിച്ചിട്ടാ. അങ്ങനെ പഠിച്ചോനും മനസ്സിലായിരിച്ച് ഇലൂട്ടൻ്റെ കയ്യും പിടിച്ച് ഞാനും തനിച്ചാക്കി ഇലൂട്ടൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. കയറി ഫസ്റ്റത്തെ ആട്ടം തുടങ്ങിയപ്പോൾ ഇലൂട്ടന് ഭയങ്കര ഇഷ്ടമായി. ആടി തുടങ്ങിയപ്പോൾ അതിലേറെ ഇഷ്ടമായി. പിന്നെ ഓൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഓൻ്റെ ചിരി അവിടെ നിൽക്കണില്ലേനു. ഓൻ്റെ കൂടെ ഞാൻ ചിരിച്ച് പേടി കൊണ്ടാവണം ഞാനും ചിരിച്ച്. കുറേ നേരം ചിരിച്ച് ഞങ്ങളൊരു വൈക്കായി. മോൾക്ക് പോകുമ്പോൾ നെഞ്ചിന്നൊരു കാളര് വന്ന് എൻ്റെ റബ്ബേ ചിരിച്ച് കാണ്ട് കുറേ ഓനെ പറ്റിക്കാൻ നോക്കി. ഓൻ ഇനിയും പറ്റിക്കാൻ നോക്കി. രണ്ടാളും കുറേ നേരം ചിരിച്ചൊരു വൈക്കായിട്ടോ. സ്പീഡ് കൂടുന്തോറും ഞങ്ങൾ ചിരിൻ്റെ കാഠിന്യം കൂടിക്കൊണ്ടേന്ന്. എന്തായാലും ഇലൂട്ടനെ മുറുക്കി പിടിച്ച് ഞങ്ങളതൊക്കെ ആസ്വദിച്ചിട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. സാധാരണ ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഈലൂട്ടൻ പറയും പോണ്ടാന്ന്. പക്ഷേ ഇത് ശരിക്കും ഓനെ ബാധിച്ചിരിക്കുന്നു കേട്ടോ. വേഗം ഓനാണ് നമ്മളെക്കാട്ടി മുന്നേ ഇറങ്ങിപ്പോകുന്നത് കേട്ടോ. പിന്നെ ഇക്കണ്ട വിചാരിക്കും ഈലൂട്ടൻ പേടിച്ചിട്ടാണ് ഇറങ്ങിപ്പോകേണ്ടത്. സംഭവം അതൊന്നുമല്ല. ഈലൂട്ടൻ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്തേ പോയി കയറാൻ. ആ ഓട്ടാണ് ആ കാണുന്നത് കേട്ടോ. കുറേ സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്താൽ അമ്മക്ക് വട്ടാവുന്ന കണ്ടുകൊണ്ട് നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചിട്ടോ. കുറച്ചൊക്കെ ബീച്ച് അവിടെയും ഇവിടെയൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ നടന്നപ്പോഴാണ് ഇങ്ങനൊരു പീടിയാണ് കണ്ണുപെട്ടത് കേട്ടോ. പിന്നെ അവിടെ സ്റ്റെക്കായും ചെയ്ത്. ഇവിടെ എത്തിയപ്പോഴാണെങ്കിലോ എല്ലാവർക്കും കൺഫ്യൂഷനോ ഏത് വാങ്ങണം എന്നുള്ളതേ. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ പങ്കെട്ട് പറഞ്ഞിക്കാണ്ട് വേഗം സൈഡ്ക്ക് മാറിന്ന് എല്ലാവർക്കും വേണ്ടതും വാങ്ങി. എനിക്കും കിട്ടിയിട്ടോ. നമ്മളെ ഇരുട്ടനാണെങ്കിലോ ഓൻ എല്ലാവരിലും വന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. ഓൻ്റെത് ടേസ്റ്റ് ഒക്കെ ഓൻ തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇലൂട്ടനും രണ്ടിൻ്റെ നല്ലമ്പോഴാണെങ്കിൽ 5 മിനിറ്റ് കച്ചറാണ് കേട്ടോ. ഓൻ്റെ കച്ചറ തീർക്കാനേ പിന്നെ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. ഈ ഐസ്ക്രീമിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. 2 മിനിറ്റ് നല്ലപോലെ 5 മിനിറ്റ് കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞ് ഈ കച്ചറൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്തയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് എണീച്ച് പോകുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മാമനാണെങ്കിൽ എന്തോ ഒരു സാധനം വാങ്ങിക്കൊണ്ടെന്ന് അതിങ്ങനെ ആക്കിയാൽ മേലേക്ക് അങ്ങോട്ട് പോകട്ടോ. മേലേക്ക് പോയാൽ അതേപോലെ അങ്ങോട്ട് തിരിച്ചും വരും. ആ തിരിച്ച് വന്ന സാധനത്തിൻ്റെ വിധത്തിൽ നമ്മൾ ഓടിയിട്ട് വേണം അത് പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓടലും ചാട്ടിലൊക്കെ കഴിഞ്ഞ് അതെടുത്ത് 2 മിനിറ്റ് ഈ വെളിച്ചാടെ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ പ്രകാശം ഓല അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കഴിഞ്ഞ്. പിന്നെ പ്രകാശം ഇല്ലാത്ത ആ സാധനം കൊണ്ടാണ് കുറേ നേരം ഓല് കളിച്ചിട്ടുണ്ടേന് കേട്ടോ. ഇതൊക്കെ കണ്ട് നമ്മളെ ഷൂട്ടിക്കാണെങ്കിലോ താഴത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സങ്കടത്തിൽ ഓൾ താഴത്തുള്ള കുറേ നോക്കി നിന്നിട്ടോ. ഇലൂട്ടനാണെങ്കിൽ എപ്പോഴും ബീച്ചിക്ക് വരണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന റീസൺ ഇതാ, ഈ മണ്ണിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടോ. അങ്ങനെ കുറേ നേരം ഓരോ വൈക്ക് വിട്ടും ചെയ്ത് കുറേ കളിക്കലും അടിക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ.
ഞാനാണെങ്കിൽ അന്നേരം കൊണ്ട് ആ ബാക്കിലുള്ള ബലൂണിൻ്റെ ചന്ത നോക്കിക്കഴിഞ്ഞ് ഇട്ടത് കാണാൻ അതിനെന്തൊരു മൊഞ്ചാണോ. അത് കുറേ നേരം നോക്കി നിട്ടോ. അത് നമ്മളെ ടീംസിൻ്റെ കൈമിൽ കിട്ടിയാൽ പിന്നെ ആ കാണുന്ന മൊഞ്ചൊന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ട് അതൊന്നും വാങ്ങിക്കൊടുത്തതുമില്ല. എന്നാലും സാരമില്ല, ഓലുള്ളതിലൊക്കെ കണ്ട് കതിർപ്പം കണ്ട് കളിക്കാനും തുടങ്ങിട്ടോ. നമ്മളെ ഇഷൂട്ടി ഇസാനും ആണെങ്കിലോ ഓൽക്ക് ആ മണ്ണിക്ക് ഇറങ്ങണം. അതിന് വേണ്ടി ഓൽ കുറേ കരഞ്ഞ് ചെയ്ത് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല കുട്ടിയെ, എന്നാ മണ്ണിക്ക് ഇറക്കാനൊന്നും കാര്യം നേരം ആയിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുത്തിട്ട് എത്തി നമ്മൾ തുമ്മനും കടലിലെത്തിട്ടോ. കുറച്ച് നേരം അവിടെ കണ്ണിട്ടിട്ടുള്ളൂ, അപ്പോഴത്തേനും ഓലിതാ അവിടെ കടലിൽ കളിക്കാൻ തുടങ്ങി. കുറച്ച് നേരമൊക്കെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ആവും നോക്കി കുറേ നേരം നിന്നിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇക്കണ്ട നേരത്തൊക്കെ അല്ലേ ഓൽക്കും കളിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ ഈ ഷൂട്ടിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടോ ഭയങ്കര ദേഷ്യം പിടിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഓ കയ്യിലൊന്നും കളിക്കാൻ പറ്റണില്ലല്ലോ. ആ ദേഷ്യം ഓളിങ്ങനെ പപ്പൻ്റെ മേത്തൊന്ന് കാണിക്കുന്നുണ്ട്. ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായി കേട്ടോ. പിന്നെ പോകാന്നുള്ള മൈൻഡായി. പക്ഷേ ഈ മൈൻഡ് വരാത്ത രണ്ടാൾക്കാർ അവിടെ വേറെ ഉണ്ടായി. അവരെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കി നമ്മളിതാ പോവാണെന്നും പറഞ്ഞപ്പോൾ ഓര് നമ്മളെ കൂടെ പോന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തോടത്തുനിന്ന് കണ്ടുപിടിച്ചെടുത്ത് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. അപ്പോഴാണ് നമ്മളെ ഇലൂട്ടന് ഭയങ്കര കരച്ചിൽ. ഇമ്മാ എനിക്ക് എന്തെങ്കിലും വേണോ, എനിക്ക് എന്തെങ്കിലും വേണോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ എന്താ വേണ്ടി വെച്ചിട്ടോ ഓൻ അങ്ങോട്ട് പറയണില്ല. ലാസ്റ്റ് കണ്ട വീടിൻ്റെ മുന്നേ നിർത്തി ഓനക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ച്. വാങ്ങിയത് കൈമ കിട്ടിയപ്പോഴോ ഓൻ എന്തെല്ലാം ഉദ്ദേശിച്ചു ഓനക്കത് വേണ്ടാന്ന് പറഞ്ഞു ഓൻ പിന്നെയും കരയാൻ തുടങ്ങി. എല്ലാ പ്രാവശ്യം ഇപ്പോൾ ഓൻ്റെ വാശിക്ക് വിട്ടെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.